കൽപ്പാന്തകാലത്തോളം നിന്നെ ഇരുകാലിയായി സൃഷ്ടിച്ചു. ചിന്തിക്കാൻ കെൽപ്പുള്ള നിന്നെ വികാരങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നീ പരിണമിച്ച് ഇരുകാലിൽ നിന്ന് നാൽക്കാലിയായിരിക്കുന്നു. വെറും ശുനകനെ പോലെ നീ വേട്ടയാടുന്നു. നീ മനുഷ്യനോ വേട്ടപ്പട്ടിയോ? മലനാടും വീശും കാറ്റും കടലലയും കേട്ടുണരുന്നേ ഇണമാറിയ കഥകൾ കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വരേണം. അമ്മയ്ക്കു തണലായി മാറേണം. അമ്പിളി മാമനെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം. കണ്ണും പൂട്ടിയുറങ്ങേണം. എത്ര ലോലമാണ് അവരുടെ ശരീരം. ആ ചിരി കണ്ടോ? മനസ്സലിഞ്ഞു പോകുന്നില്ലേ? പക്ഷേ ഈ നിഷ്കളങ്കതയും കുട്ടിത്വമൊക്കെ എത്ര കാലത്തേക്ക്? 10-18 വർഷം കഴിഞ്ഞിട്ട് ആ കാഴ്ച കാണേണ്ടതാണ്. ആദ്യത്തെ കുഞ്ഞത തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ കുഞ്ഞത യുവാവായി, കാമുകനായി. വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടും പ്രേമാർദ്രം. എനിക്കറിയാം കൊടുത്തു വെക്കാൻ. എനിക്ക്
കഴുത്തിലെ മുറിവിൽ അയ്യോ ഉടവടിക്കുന്നു. അയ്യോ ഇനി സഹിക്കാൻ വയ്യ. ചേട്ടന്മാർക്ക് ബന്ധത്തിനുള്ള പണം നൽകാൻ എനിക്കാവുണ്ടായിരുന്നെങ്കിൽ ഈ ശരീരം കൊണ്ടിരി എന്തിനു കൊള്ളാം. ഉപയോഗമില്ലാത്തതിനെ നശിപ്പിച്ചു കളയണം. മക്കളെ നഷ്ടപ്പെട്ടൊരമ്മ. എന്റെ കണ്ണീർക്കഥ എരിയുന്ന സൂര്യനും വീശുന്ന കാറ്റിനും ഈ മണ്ണിലെ ഓരോ പുൽനാമ്പിനും അറിയാം. ശിലയായി തീർന്ന നിങ്ങൾക്ക് അറിയില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയാണ് ഞാൻ. അമ്മയോ? കുഞ്ഞുങ്ങളെ, ലഹരി നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചിന്തകൾ മന്ദീഭവിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, കണ്ടുറന്ന് കാണ്. കുഞ്ഞുങ്ങളെ, അമ്മയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുക. ഒരമ്മയെ പോലെ, അച്ഛനെ പോലെ ഈ ലോകത്ത് വേറെ ആരും
കഴിയുകയില്ല. എന്താണ് സ്നേഹം? ഒരിക്കലും കൈവിടാത്തതാണ് സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവൻ ഇതാണ് നിരക്കുന്നു. മതവും ജാതിയും നോക്കാതെ അവർ നിങ്ങൾ തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കുന്നു. അതാണ് സ്നേഹം. അമ്മേ, ഞങ്ങൾ തിരികെ വന്നാൽ എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കുമോ? കുഞ്ഞുങ്ങളെ, ഭൂമിയോളം ക്ഷമയുള്ള ഈ പെറ്റ വയറിനെ വിശ്വസിക്കൂ. ഈ സമൂഹത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയും. നിങ്ങൾ ലഹരി ഉപേക്ഷിക്കൂ, ഹിംസ ഉപേക്ഷിക്കൂ, സ്നേഹിക്കാൻ തുടങ്ങൂ. ഈ സമൂഹം നിങ്ങളോട് ക്ഷമിക്കൂ.